He made a split our study. And then D to 3. നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡിഫറൻസിയേഷൻ ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഞാൻ ഗൗതമനോട് ചോദിച്ചു എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഗൗതം പറഞ്ഞു നമ്മൾ ഇതുവരെ പഠിച്ച പ്രോബ്ലങ്ങളിലൊക്കെ നമുക്ക് y ഈക്വൽ എഫ് ഓഫ് എക്സ് എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുമായിരുന്നു. അത്തരം ഫംഗ്ഷനുകളെ വിളിക്കുന്ന പേരാണ് ഈ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇത് വിളിക്കുന്നു. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇംപ്ലിസിറ്റ്. എന്തായിരുന്നു ഇംപ്ലിസിറ്റില്? നമുക്ക് മാളവികയെ y ഈക്വൽ എഫ് ഓഫ് എക്സ് എന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ടേം ബൈ ടേം ആയിട്ട് അങ്ങോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ ചില ടൈമിലൊക്കെ ഡി വൈ ബൈ ഡി എക്സ് കാണും. അവരെ എല്ലാവരെയും കൂടി ഒരു സൈഡിലോട്ട് അറേഞ്ച് ചെയ്യും, ബാക്കിയുള്ളവരെ എല്ലാരെയും കൂടെ മറു സൈഡിലോട്ട് മാറ്റും. ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കും. കോമൺ എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ ആരുടെ വില കണ്ടുപിടിക്കും? ഡി വൈ ബൈ ഡി എക്സിന്റെ വില കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ 4 കണക്ക് ചെയ്തായിരുന്നു. ഇനി നമ്മൾ 5ാമത്തെ കണക്കാണ് ചെയ്യാനുള്ളത്. കണക്കാണ് എല്ലാവരും ബുക്ക് അടച്ചു വെച്ചേ. അപ്പൊ 5ാമത്തെ കണക്ക് ഞാൻ ബോർഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ ശരിയോ തെറ്റോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള സമയം തരും. അപ്പൊ ബുക്ക് തുറന്ന് ജെമി എന്ത് ചെയ്താൽ മതി? വെരിഫൈ ചെയ്താൽ മതി. നോക്കിക്കോളൂ. പക്ഷെ അഞ്ചലേനി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 100. ഒന്നാമത്തെ ചോദ്യം, ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് വൈക്ക് ഒരു വില കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെന്ത് ഫോമാണ്? ഇംപ്ലിസിറ്റ് ഫോം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് എക്സ് വൈ മീൻസ് എക്സ് ഇൻറ്റു വൈ എന്നാണ്. ഇൻറ്റു വന്നാൽ എന്ത് റൂൾ അപ്ലൈ ചെയ്യും? പ്രോഡക്റ്റ് റൂൾ. എന്ത് റൂളാണ്? പ്രോഡക്റ്റ് റൂൾ. അപ്പോ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, വൈ സെക്കൻഡ് ഫംഗ്ഷൻ. പറഞ്ഞാട്ടെ, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. അത് നമ്മൾ എന്താണെന്ന് വിചാരിക്കണം? എക്സ് ആണെന്ന് വിചാരിക്കണം. അതായത് എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ വൈ സ്ക്വയറിന്റേത് 2y. തീർന്നില്ല. ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 100 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എന്ത് വരും? ഇതേ ഉള്ളൂ ഡിഫറൻസിയേഷൻ. ഇതിൽ ഈക്വൽ ടു 0. ഇതേ ഉള്ളൂ ഡിഫറൻസിയേഷൻ എന്നുള്ള പരിപാടി. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള എത്ര ടേം ഉണ്ട്? ഏതൊക്കെ? എക്സ് ഡി വൈ ബൈ ഡി എക്സും 2y ഡി വൈ ബൈ ഡി എക്സും. ഇവരെ രണ്ടുപേരെ നമ്മൾ ഇവിടെ ലെഫ്റ്റിൽ തന്നെ നിർത്തുന്നു. അപ്പൊ പറഞ്ഞത് കിട്ടും എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ. ബാക്കിയുള്ള ടേമുകളെ എല്ലാം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ആരൊക്കെ? ഈ 2x റൈറ്റിൽ പോകുമ്പോ മൈനസ് 2x, ഈ പ്ലസ് y റൈറ്റിൽ പോകുമ്പോ മൈനസ് എല്ലാ ടൈമും ആയാലും 1 2 3 4 ടൈം ഉണ്ട്. ഓക്കെ, ലെഫ്റ്റിൽ 2 റൈറ്റിൽ 2 ആയപ്പോ കറക്റ്റ് ആയി. ഇതിനകത്ത് ആരെ കോമൺ എടുക്കാം? അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2y. വലതുവശത്ത് ഒന്ന് വേണമെങ്കിൽ നമുക്കൊരു മൈനസിനെ കോമൺ എടുക്കാം. അപ്പൊ മൈനസ് ഓഫ് 2x പ്ലസ് y. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് 2x പ്ലസ് y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ്. ഇതാണ് ആൻസർ. എല്ലാവരും ബുക്ക് തുറന്നു നോക്കുക.
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കണം, ഫൈനൽ ആൻസർ മാത്രം നോക്കരുത്. ശരിയാണെങ്കിൽ ഹരികൃഷ്ണ ശരിയിടുക, തെറ്റാണെങ്കിൽ അവിടെ ഇട്ട് കുത്തി കറപ്പിക്കരുത്. വ്യക്തിയിട്ട് അതിന്റെ വലതുവശത്തോട് വൃത്തിയായിട്ട് എഴുതുക. ഓൺലൈൻകാരുടെ ആൻസർ കറക്റ്റ് ആണോടെ? നോക്കിക്കോളൂ. എന്തായിരുന്നു നമ്മുടെ ഏഴാമത്തെ, എത്രാമത്തെ? ആറാമത്തെ. എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് ഈക്വൽ 81. അതല്ലേ ചോദ്യം? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് വൈയുടെ വില കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതെന്ത് ഫോമാണ്? ഇംപ്ലിസിറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ്. ആദ്യം എടുത്തെഴുതി വെക്കണം. ഗിവൺ ഇക്വേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അങ്ങോട്ട് എടുത്തെഴുതുക. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഞാൻ നിങ്ങളെ കൂടെ പങ്കാളികളാക്കാം. ഐശ്വര്യ അനിൽകുമാർ എഴുന്നേറ്റോളൂ. ഐശ്വര്യ ആദ്യം എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² ഇരിക്കും പ്ലസ് എക്സ് സ്ക്വയർ വൈയുടെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും? പ്രോഡക്റ്റ് മോഡിൽ പറഞ്ഞാട്ടെ. എക്സ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വൈ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x അപ്പൊ ഇൻറ്റു 2x ഇരിക്കും പ്ലസ് അശ്വകെ എക്സ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അതെന്താന്ന് വിചാരിക്കാം? എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് എക്സ് ക്യൂബ് 2x. അപ്പൊ വൈ സ്ക്വയർ ആകുമ്പോ 2y. തീർന്നില്ല. ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇരിക്കും പ്ലസ് ഗായത്രി വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ഇരിക്കും 81ന്റെ ഡെറിവേറ്റീവ് 0. എന്തുകൊണ്ട്? കോൺസ്റ്റന്റ്. ഈ ഡിഫറൻസിയേഷൻ നടത്തിയ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊന്ന് അടുക്കി പറക്കി എഴുതിയാൽ 3x² പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു 2x വൈ പ്ലസ് എക്സ് ഇൻറ്റു 2y 2xy ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു അറേഞ്ച് ചെയ്തെഴുതി. അപ്പൊ ഇതിനകത്തിൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള എത്ര ടൈം ഉണ്ട്? 3 ടൈം. 1 2 3. ഈ 3 ടേമുകളെ ലെഫ്റ്റിൽ നിർത്തുക, ബാക്കിയുള്ളവരെ എല്ലാം റൈറ്റിൽ കൊണ്ടുപോവാം. എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2xy ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3y സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ബാക്കിയുള്ളവരെ എല്ലാം റൈറ്റിൽ കൊണ്ടുപോവാം. അപ്പൊ ഐശ്വര്യ 3x² റൈറ്റിൽ പോകുമ്പോ -3x². ആരണ്യെ അടുത്ത ടൈം ഏതാ? പ്ലസ് 2xy. അത് റൈറ്റിൽ പോകുമ്പോ -2xy ഇരിക്കൂ. ശലഭേ ഇനി ആരാ പോകണ്ട അപ്പുറത്തോട്ട്? പ്ലസ് y². അത് റൈറ്റിൽ പോകുമ്പോ -y². ഓക്കെ. അപ്പൊ ഈ ഇടതുവശത്ത് എത്ര ടൈമിൽ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്? 3. അത് ഈ 3ൽ നിന്നും ആരെ കോമൺ എടുക്കാം? ഡി വൈ ബൈ ഡി എക്സിനെ. മാളവിക ഒന്ന് എഴുന്നേറ്റേ. ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുത്തിട്ട് ബാക്കി പറയൂ. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് മാളവികയുടെ മാത്രമാണ്, വേറെ കുറച്ച് പാടരുത്. പ്ലസ് 3y² ഇരിക്കൂ ഈക്വൽ വർഷേ
ആണ് ഇപ്പൊ വർഷം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നത്. ഈ 3 ടേമുകളിൽ നിന്ന് ഒരു മൈനസ് കോമൺ എടുത്താൽ എന്ത് കിട്ടും? വർഷം മാത്രം. മൈനസ് ഓഫ് 3x² പ്ലസ് 2xy പ്ലസ് y². സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ഇരിക്കും. ഹരിതന്തേ, ഇനി നമുക്ക് ആരുടെ വില കണ്ടുപിടിക്കണ്ടേ? dy/dx. പറഞ്ഞാട്ടെ, dy/dx is equal to മൈനസ് ഓഫ് 3x² പ്ലസ് 2xy പ്ലസ് y² the whole divided by x² plus 2xy plus 3. ബുക്ക് തുറക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുക. ഓരോ സ്റ്റെപ്പ് നോക്കണം. ശരിയാണെങ്കിൽ ശരിയിടണം, തെറ്റാണെങ്കിൽ റൗണ്ട് ചെയ്ത് തെറ്റിട്ടിട്ട് ശരി ഉത്തരം എന്റെ വലതുവശത്തോട്ട് എഴുതുക. ഓൺലൈൻകാരുടെ ആൻസർ കറക്റ്റ് ആണോടെ? ഓക്കെ. തീർത്ഥ, അമൃത, വീട്ടുകാരോടൊക്കെ സംസാരിച്ചത് ഇംഗ്ലീഷിലാണ്. കാരണം ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 7. ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: sin² y പ്ലസ് കോസ് xy ഈക്വൽ y. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇതിനകത്തിൽ നിന്ന് y-യെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇതെന്ത് ഫോമാണ്? ഇംപ്ലസിറ്റ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ ജെന്നി മാഡം എഴുന്നേറ്റോ? അല്ല, അതിന് മുമ്പ് നമ്മള് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനു വേണ്ടി ഇങ്ങനൊന്ന് റീറൈറ്റ് ചെയ്യുന്നു: sin y the whole square plus cos of xy ഈക്വൽ. ആക്ച്വലി ഡെറിവേറ്റീവ് എടുക്കാനുള്ള സൗകര്യത്തിന് അങ്ങനെ റീറൈറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ജെനി മാഡം ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? 2 sin. ഇത് x² ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഡെറിവേറ്റീവ് x² ആണെങ്കിൽ ഡെറിവേറ്റീവ് 2x. അപ്പൊ ഇവിടെ വരും 2 sin y into d/dx of sin y ഇരിക്കും പ്ലസ് അശ്വിൻ മോൻ നിൽക്കും. ഈ കോസ് ഓഫ് എക്സ് വൈ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? ഇതിനെ കോസ് എക്സ് ആണെന്ന് വിചാരിക്കാം. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോ മൈനസ് സൈൻ ഓഫ് എക്സ് വൈ എന്നിട്ട് ഇൻറ്റു d/dx ഓഫ് എക്സ് വൈ ഈക്വൽ പൈയുടെ ഡെറിവേറ്റീവ് 0 ഇരിക്കും. അപ്പോ 2 sin y ഇൻറ്റു അർജുൻ എഴുന്നേൽക്കൂ d/dx ഓഫ് സൈൻ വൈ. അപ്പൊ ഇതെന്താന്ന് വിചാരിക്കുക? ആദ്യം സൈൻ എക്സ് ആണെന്ന് വിചാരിക്കാം. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പൊ സൈൻ വൈ ഡെറിവേറ്റീവ് കോസ് വൈ ഇൻറ്റു dy/dx ഇരിക്കും. ഈ പ്ലസും ഈ മൈനസും ചേരുമ്പോ എന്താവും? മൈനസ് സൈൻ ഓഫ് എക്സ് വൈ ഇൻറ്റു സൽമോ എഴുന്നേൽക്കൂ d/dx ഓഫ് എക്സ് വൈ. എന്ത് റൂള്? പ്രോഡക്റ്റ് റൂള്. പറഞ്ഞാട്ടെ അർജുൻ കൈകാത്ത് വെച്ചേ. പറഞ്ഞാട്ടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ dy/dx പ്ലസ് വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഈക്വൽ 0. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇരിക്കും. ഇത് നമ്മൾ +1 പഠിച്ച ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. പക്ഷെ നിങ്ങൾ അത് എക്സ് വെച്ചാ പഠിച്ചേക്കുന്നത്. നിങ്ങൾ അന്ന് പഠിച്ചപ്പോ ആരെന്നെ ഇങ്ങനെ പഠിച്ചത് 2 sin x cos x. അതാരാണ്? സൈൻ
2x. Sin 2x is equal to 2 sin x cos x. അപ്പൊ തിരിച്ച് 2 sin x cos x ആരാ? sin അപ്പൊ ഇതെന്ത് വരും? sin 2y into dy by dx ആണോ? ഇത് ബ്രാക്കറ്റിനകത്തോട്ട് ഗുണിക്കാൻ പോകും. മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു എക്സ് ഡി വൈ ബൈ ഡി എക്സ്. പറഞ്ഞാട്ടെ, മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു എക്സ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ബുദ്ധിമുട്ടെന്തെങ്കിലും. അപ്പൊ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. എത്ര ടേം ഉണ്ട്? 2 ടേം. ആദ്യത്തെ 2 പേർക്ക് മാത്രം. അപ്പൊ അവരെ 2 പേരെ ലെഫ്റ്റ് നിർത്തുക, പിന്നുള്ള ടേമിനെ റൈറ്റിലോട്ട് കൊണ്ടുപോകും. അപ്പൊ പറഞ്ഞാട്ടെ, സൈൻ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. രണ്ടേ, ഈ എക്സ് എടുത്ത് വെച്ച് അകത്തോട്ട് ഗുണിക്കരുത്. ഈ സൈനിന്റെ ആംഗിൾ ആണ് എക്സ് വൈ. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് എക്സ്. അപ്പൊ ഇത് രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സ് എടുത്ത് അങ്ങ് ആദ്യം എഴുതുക. മൈനസ് എക്സ് സൈൻ എക്സ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ. ഈ ടേം റൈറ്റിൽ പോണം. അപ്പൊ എന്താകും? അപ്പൊ അവിടെ ഒരു വൈ കിടപ്പില്ലയോ? വൈ എടുത്ത് ആദ്യം എഴുതിക്കുക. അപ്പൊ എന്ത് കിട്ടും? വൈ സൈൻ ഓഫ്. ഓക്കെ, ഈ ഇടതുവശത്ത് കിടക്കുന്ന ടേമിൽ നിന്ന് ആരെയെങ്കിലും കോമൺ എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ്. അപ്പോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു സൈൻ 2y മൈനസ് എക്സ് സൈൻ ഓഫ് എക്സ് വൈ ഈക്വൽ വൈ സൈൻ ഓഫ് എക്സ് വൈ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കും. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു y sin of xy divided by sin 2y minus x sin of xy. ബുക്ക് തുറന്നു നോക്കുക, ആൻസർ ശരിയാണോ നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. ഓൺലൈൻകാരുടെ ആൻസർ കറക്റ്റ് ആണോ? ശ്രീഹരിയെ ബുക്കടച്ചോ. അപ്പൊ നമ്മൾ ആദ്യം ഐശ്വര്യ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അത് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ കോസ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാലോ കോസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ 1. റീറൈറ്റ് ചെയ്തവർക്ക് സംശയമൊന്നുമില്ലല്ലോ. ഗൗതം സാർ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സെൽമോനല്ല മുമ്പ് എത്തിയത്. മാധവേ, ഈ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതാദ്യം എന്താണെന്ന് വിചാരിക്കുക, എക്സ്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ ഇവിടെ എന്ത് വരും? 2 sin x. 2 sin x തീർന്നില്ല. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇരിക്കും. ഹരീഷ, അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? ഇത് എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ ഇവിടെ വരും 2 കോസ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് വൈ ഈക്വൽ 1ന്റെ ഡെറിവേറ്റീവ് 0. ഇനി ദേവര സാർ എഴുന്നേൽക്കും. 2 sin x ഇൻറ്റു
ഡി ബൈ ഡി എക്സോ സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് ഇരിക്കും 2 കോസ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് വൈ. വിനായകെ ഇത് എന്താണെന്ന് വിചാരിക്കുക? കോസ് എക്സ് ആണെന്ന് വിചാരിക്കുക. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പൊ ഇവിടെ എന്ത് പറയും? അതിനെ മൈനസ് സൈൻ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 0. ഇത് എഴുന്നേൽക്കും 2 സൈൻ എക്സ് കോസ് എക്സ്. അല്പം മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. ആരാണ്? സൈൻ 2x. ഈ പ്ലസും ഈ മൈനസും കൂടെ ചേരുമ്പോ മൈനസ് 2 കോസ് വൈ സൈൻ വൈ സൈൻ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു നമുക്ക് ആരുടെ വിലയാ വേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ്. അതുള്ള ഒരു ടേം അല്ലേ ഉള്ളൂ. അതെന്തായിട്ടാ കിടക്കുന്നത്? മൈനസ് ആയിട്ട്. പ്ലസ് ആക്കാനുള്ള മാർഗം അതങ്ങ് റൈറ്റ് കൊണ്ടുപോകും. അപ്പൊ ഈ ടേം അങ്ങ് റൈറ്റിൽ പോന്നു. അപ്പൊ എന്ത് കിട്ടും? സൈൻ 2x ഈക്വൽ ടു സൈൻ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. നമുക്ക് ആരുടെ വിലയാ വേണ്ടത്? അപ്പൊ ഡി വൈ ബൈ ഡി എക്സിന്റെ വില എന്തോ വരും പറഞ്ഞാട്ടെ? സൈൻ 2y ആണോ? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഇതിലെ ഒരാളുടെ വില കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ 2x ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ 2y. മാത്തമാറ്റിക്സിലുള്ള പാണ്ഡിത്യം കൂടിയിട്ട് സൈനും സൈനൂടെ വെട്ടിക്കളയണം, 2ഉം 2 വെട്ടിക്കളയണം, എന്നിട്ട് എക്സ് ബൈ വൈ എന്നെഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് പോരണം കേട്ടോ. ശരി. മൈനസോ? എങ്ങനെ ഈ മൈനസ് എങ്ങനെ വന്നേന്നോ? അല്ലെങ്കിൽ ആ ടൈം റൈറ്റിൽ പോയപ്പോ അത് പ്ലസ് ആയില്ലേ? ആ ടൈം റൈറ്റ്. അപ്പൊ മൈനസ് ഡിവൈഡ് മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആവത്തില്ലേ ആൻസർ? ഓൺലൈൻകാരുടെ ആൻസർ കറക്റ്റ് ആണോടെ? തീർത്ഥ